വിശ്വാസത്തിൻ്റെ അളവാണ് സ്നേഹത്തിൻ്റെ അളവ്. The measure of your love depends on the faith in Christ. വളരെ പ്രധാനപ്പെട്ട ടൈറ്റിലാണ്. നമ്മൾ എത്രമാത്രം ഒരു വ്യക്തിയെ സ്നേഹിക്കാൻ ശ്രമിക്കുന്നുവോ ആ സ്നേഹം നിലനിൽക്കണമെങ്കിൽ രണ്ട് സൈഡിലും ക്രിസ്തുവിൻ്റെ വിശുദ്ധ സ്നേഹം ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ നമ്മൾ എന്തെല്ലാം പ്രയത്നിച്ചാലും കുറച്ച് കഴിയുമ്പോൾ അവർക്ക് തോന്നും നമ്മൾ ചെയ്യുന്ന എല്ലാം അവരവരുടെ കാര്യത്തിന് വേണ്ടിയാണ്. ഒരു വിദ്വേഷത്തിൻ്റെ ആത്മാവ് കയറി വരും. പിന്നെ അവസാനം ഈ ജഡീക സ്നേഹത്തിന് എത്ര ആഴമുണ്ടായിരുന്നു അത്രയും വിദ്വേഷം ഉണ്ടായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫേം ചെയ്യാനും ഉപദ്രവിക്കാനും ഒക്കെ തുടങ്ങും. അപ്പം ദൈവസ്നേഹമാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ഹൃദയത്തിനകത്ത് വേണ്ടിയത്. അപ്പം ഫെയ്ത്ത് ഈസ് ദ കറൻസി ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്. വിശ്വാസമാണ് ദൈവരാജ്യത്തിൻ്റെ കറൻസി. കറൻസി മീൻസ് പണം. വിശ്വാസമാണ് നമ്മുടെ പണമെങ്കിൽ എത്രമാത്രം കറൻസി എൻ്റെയും നിങ്ങളുടെ കയ്യിലുണ്ട്. ഏത്? ഫെയ്ത്തിൻ്റെ കറൻസി. അപ്പോൾ കിങ്ഡം ഓഫ് ഗോഡ്, ദൈവീക രാജ്യത്തിന് നമ്മളീ കാണുന്ന പുറമേയുള്ള പണമല്ല ആവശ്യം. പിന്നെയോ വിശ്വാസത്തിൻ്റെ കറൻസി നിറച്ച് കയ്യിലുണ്ടോ? വിശ്വാസത്തിൻ്റെ കറൻസിയുടെ അളവനുസരിച്ചിരിക്കും നമ്മുടെ ഓരോ പ്രവൃത്തിയും അല്ലെ സംസാരവും മറ്റുള്ളവരെ അഫക്റ്റ് ചെയ്യുന്നത്. ദൈവ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഉള്ളവർക്ക് നമുക്കറിയാം ഈ ദൈവം തന്നിരിക്കുന്ന ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഒരു പാത്രത്തിൽ ഉൾക്കൊള്ളുന്നത് പോലെ, അതങ്ങനെ തന്നെ പറയുന്നത്, നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആത്മാവ് ഈ മൺപാത്രത്തിനകത്ത് ഒഴിച്ചു വെച്ചിരിക്കുന്ന പോലെ നമ്മൾ കാണുകയാണെങ്കിൽ എല്ലാ ദിവസവും അന്നെന്നുള്ളത് എടുത്ത് ഉപയോഗിക്കാൻ ദൈവം നമ്മളെ അനുവദിക്കുന്നുണ്ട്. ഇന്ന് തന്നിരിക്കുന്നതായ മെഷർ ഓഫ് ഫെയ്ത്ത് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് വൈകിട്ട് മുമ്പേ ഉപയോഗിക്കുന്നില്ല എങ്കിൽ നാളത്തേക്കത് പ്രയോജനം വരുന്നില്ല. പക്ഷേ ദ മോർ യു യൂസ്, കർത്താവിന് വേണ്ടി നമ്മൾ കൂടുതൽ ദൈവപ്രവർത്തനം തുടങ്ങുമ്പോൾ ഈ പാത്രത്തിനകത്തുള്ള പരിശുദ്ധാത്മാവിൻ്റെ അളവ് കുറയും. ബിക്കോസ് വി ആർ യൂസിങ് ഇറ്റ്. അപ്പം വൈകിട്ട് കിടക്കുന്നതിന് മുൻപേ രാവിലെയും ഈ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നമ്മളെ അല്ലെങ്കിൽ ദൈവസ്നേഹം കൊണ്ട് അവനവനെ നിറയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. അത് ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ വെറുതെ പ്രയത്നിക്കുകയാണ്. ഞാൻ ഈ ചെറുപ്പക്കാർ കല്യാണം കഴിക്കുന്നവരുടെ ജീവിതത്തിൽ അവർ അന്യോന്യം അങ്ങേയറ്റം സ്നേഹിക്കുന്നവരായിരിക്കും. പക്ഷേ ആത്മാവിൻ്റെ സ്നേഹമല്ല എങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അതിങ്ങനെ മുള്ളു കൊള്ളുന്നത് പോലെ തോന്നിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. നമ്മൾ നന്മയായിട്ട് ചെയ്യുന്നത് മറ്റേ ആൾക്ക് മനസ്സിലാകത്തില്ല. അത് ചെറുപ്പക്കാർക്ക് തന്നെയല്ല, ഭാര്യ ഭർത്താക്കന്മാർ എത്ര പ്രായമാണെങ്കിലും വീട്ടിലുണ്ടെന്ന് വിചാരിക്കട്ടെ, നമ്മളൊരു കാര്യം ചെയ്യുമ്പം അവർ കാണുന്ന പെർസെപ്ഷൻ, അതായത് അവരത് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്നുള്ളതിന് വലിയ പ്രസക്തിയുണ്ട്. അത് മനസ്സിലാക്കുന്നില്ല എങ്കിൽ, പുറമേ പറയുന്നില്ല എങ്കിലും ആന്തരികമായിട്ട് ആ സ്നേഹത്തിൻ്റെ ഐക്യതയില്ല. പക്ഷെ സ്നേഹത്തിൻ്റെ ഐക്യത വരണമെങ്കിൽ വിശ്വാസത്തിൻ്റെ ഉറപ്പുണ്ടായിരിക്കണം. ഇപ്പോൾ അബ്രഹാമിൻ്റെ ജീവിതം എടുത്തു നോക്കിയാൽ പോലും അവസാനം വരെ അബ്രഹാമും സേറയും ഒന്നിച്ച് ജീവിച്ചു. സേറ അബ്രഹാമിനെ യജമാനൻ എന്ന് വിളിച്ചു. വളരെ സ്നേഹത്തോടെ അവർ കഴിയുന്നതായിട്ടൊക്കെ നമ്മൾ വേദപുസ്തകത്തിൽ കാണുന്നുണ്ടെങ്കിലും നമുക്ക് ഒരു ഭാഗത്ത് നോക്കുമ്പം അബ്രഹാം തൻ്റെ സന്തതിയെ ഇസഹാക്കിനെ ദൈവം തമ്പുരാൻ പറഞ്ഞിട്ട് മോറിയ മലയിൽ കൊണ്ടുപോയി യാഗവസ്തുവായിട്ട് അർപ്പിക്കാൻ പറഞ്ഞപ്പം അബ്രഹാം തൻ്റെ ഭാര്യയായ സാറയോട് പറഞ്ഞതായിട്ട് നമ്മൾ കാണുന്നില്ല. കാരണം ദർ വാസ് നോ യൂണിറ്റി ടു ദാറ്റ് ലെവൽ. അത്രമാത്രം എൻ്റെ ഭാര്യ ഞാൻ പറയുന്നത് കണ്ണടച്ച് വിശ്വസിക്കുമെന്ന് അബ്രഹാമിന് ഏകദേശം 120 വയസ്സെങ്കിലും ആയി കാണും ആ സമയത്ത്. അന്നേരം തോന്നിയിട്ടില്ല എങ്കിൽ നമ്മുടെ കാര്യം ഒട്ടും വിശേഷമല്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശ്വാസത്തിൻ്റെ അളവ് വർദ്ധിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് വർദ്ധിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു കരുതൽ കൂട്ടായ്മ ഉണ്ടായിരിക്കണം. അതായത് നമ്മുടെ കുടുംബങ്ങളിൽ ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പം ഞങ്ങളൊക്കെ സൗദി വെച്ച് 3-4 ഫാമിലി ആഴ്ചയിൽ ഒരിക്കൽ കൂടും. ഒത്തിരി 4 ഫാമിലി കൂടുതൽ വരത്തില്ല. കാരണം നമുക്ക് ഏകദേശം ഒരേ ചിന്താമണ്ഡലത്തിൽ, അതായത് ചിന്തയുള്ളവർ അല്ലെങ്കിൽ ദൈവവചനത്തോട് ഇഷ്ടമുള്ളവർ ആഴ്ചയിൽ ഒരിക്കൽ കൂടി ഒന്നിച്ച് ദൈവവചനം എടുക്കുകയും പഠിക്കുകയും നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുക എന്ന് പറയും. പഠിക്കുകയും ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ 4 കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. വേറെ പുറത്തുള്ളവരുടെ അത് എടുക്കാറില്ല. കാരണം ദിസ് ഈസ് ഫോർ
ദ സ്മോൾ ഗ്രൂപ്പ്. അതിനാണ് കരുതൽ കൂട്ടായ്മ എന്ന് പറയുന്നത്. ഈ കരുതുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, നമുക്കൊരു പ്രയാസം വരുമ്പോൾ, നമ്മൾ ബലഹീനരായിട്ട് താഴോട്ട് പോകുമ്പം വേറെ ആർക്കെങ്കിലും അതേ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് വിശ്വാസത്തിൻ്റെ അളവ് കൂടുതലുണ്ടെങ്കിൽ അവർ pour it down, അതായത് തുരുത്തി തുറന്നിട്ട് നമ്മുടെ മേലോട്ട് ഒഴിക്കുക. തുരുത്തി മുകളിൽ നിന്ന് ഒഴിക്കുന്നത് പോലെ തന്നെ തുരുത്തി പാത്രം തുറന്ന് നമ്മളിലേക്ക് ആത്മാവിനെ പകരുകയാണ്. അപ്പം നമ്മൾ ഈ വചനം കേട്ടിട്ട് പലരും വിളിക്കുമ്പോൾ ഉപദേശം കൊടുക്കും. നമ്മളൊരു വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ച് കടന്നു വരും. പക്ഷെ നമുക്ക് വളരെ ക്ഷീണം തോന്നിയതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ, പിശാചിൻ്റെ ഒന്നുമല്ല, നമുക്ക് തന്നിരിക്കുന്ന അന്നത്തെ മെഷർ, ആ സിസ്റ്റേൺ, ആ പാത്രത്തിനകത്തുണ്ടാകുന്ന പരിശുദ്ധാത്മ, നമ്മൾ ശരീരം എന്ന് പറയുന്നതാണ് പാത്രം, ഇതിനകത്ത് ഉള്ള പരിശുദ്ധാത്മാവിനെ ഔട്ട് ചെയ്ത്, അതായത് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ഔട്ട്, അത് റീഫില്ല് ചെയ്യുന്നിടം വരെയും നമുക്ക് ആ ഭാരം കാണും. ആ റീഫില്ല് ചെയ്യാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുകയാണ്. അപ്പം നമ്മൾ 1 തെസ്സലോനിക്കൻസ് 5:16 പറയുന്നത്, എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുവേശുവിൽ ദൈവേഷ്ടം. ആത്മാവിനെ കെടുത്തരുത്. ആത്മാവിനെ കെടുത്തരുത് എന്ന് പറയുമ്പം റീഫിൽ ചെയ്യാൻ, ഇപ്പം നമ്മളൊരു ഗ്ലാസ്സിനകത്ത് വെള്ളം ഒഴിക്കുന്നില്ല എങ്കിൽ ആ ഗ്ലാസ്സിനകത്ത് എയറുണ്ട്, വായുവുണ്ട്, ഒരിക്കലും അത് വാക്വമല്ല. നമ്മൾ പരിശുദ്ധാത്മാവിനെ നിറച്ചത് വീണ്ടും നമ്മൾ ഒരാൾക്ക് പകർന്നു കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ റീഫില്ല് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഇറ്റ് ഈസ് ഗുഡ്, പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഒരു കൂട്ടായ്മയിലുള്ള പ്രാർത്ഥിച്ച് കഴിയുമ്പം പ്രസംഗിച്ചവർക്ക് വേണ്ടി അല്ലെ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് വേണ്ടി തിരിച്ചൊരു പ്രാർത്ഥന ചെയ്യുന്നത് നമ്മൾ കാണാം. ബിക്കോസ് ദേ നീഡ് ടു ബി റീഫിൽഡ്. അതല്ല, വലിയ യോഗങ്ങളിലൊക്കെ ശുശ്രൂഷ ചെയ്യുന്നവർ മാറി നിന്നിട്ട് 10 മിനിറ്റെങ്കിലും അവർ ഒന്നിച്ച് നിന്ന് വീണ്ടും റീഫിൽ ചെയ്യും. അപ്പം വിശ്വാസത്തിൻ്റെ അളവിൽ വിശ്വാസത്തിൻ്റെ അളവ് ഇല്ല എങ്കിൽ സ്നേഹം കുറയും. എന്താ വലിയ സഭകൾ, ചർച്ചുകൾ സ്പ്ലിറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ആരും ഈ ദൈവവുമായിട്ട് നേരിട്ട് പേഴ്സണലായിട്ട് ദൈവത്തോടുള്ള ബന്ധം, ആ സ്നേഹം കൊണ്ട് അവൻ്റെ പാത്രം നിറയ്ക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ പീപ്പിൾ പ്ലീസേഴ്സായി മാറുക. അതായത് മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് അപ്രൂവൽ കിട്ടണമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ കിടന്നുകൊണ്ട് പ്രയത്നിക്കുകയാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് രാത്രി വരെയും നമ്മൾ ബന്ധപ്പെട്ടാലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിൽ ഇല്ല എങ്കിൽ നമ്മൾ വെറുതെ ബന്ധപ്പെടുകയാണ്. വചനം പറയുന്നുണ്ടല്ലോ, സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, നമ്മൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലല്ല പ്രവർത്തിക്കുന്നതെങ്കിൽ നായ ചന്തയ്ക്ക് പോകുന്നത് പോലെയാണ്. നായ ചന്തയ്ക്ക് പോയാലൊന്നും നേടത്തില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആർ വി റിയലി ഫിൽഡ് വിത്ത് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്? നിർബന്ധമാണ് ദൈവത്തിന്. അതില്ലാതെ നമ്മൾ ഏത് ശുശ്രൂഷ, ഇപ്പം നമ്മൾ ദൈവത്തോട്, ദൈവമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, അതൊരു ലെവലാണ്. എന്നാൽ തിരിച്ച് ദൈവം നമ്മളോട് പറയാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നീ പൊയ്ക്കോ, ഞാൻ നിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അത് 2 ധ്രുവമാണ്. ദൈവം ഇങ്ങോട്ട് പറഞ്ഞ്, അതായത് വി ഓൾറെഡി റീഫിൽഡ് അവർ സെൽസ് ആൻഡ് വി സ്റ്റാർട്ട് ഹിയറിങ് ദ വോയിസ് ഓഫ് ദ ലിവിങ് ഗോഡ്. ആ വചനം കൊണ്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ ശുശ്രൂഷ വളരെ എളുപ്പമാകും. അത് പലയിടത്തും കാണുന്നില്ല ഞാൻ. പലരും ആളുകളെ പ്ലീസ് ചെയ്യാൻ വേണ്ടി, അവർക്കത് ഇഷ്ടപ്പെടുമോ. പിന്നെ ഈ പണം വാങ്ങിക്കുന്നവരാണെങ്കിൽ എപ്പോഴും ഈ പണം കിട്ടാൻ വേണ്ടി വചനം അങ്ങോട്ടോ ഇങ്ങോട്ടോ മറിക്കും. അത് വളരെ സങ്കടകരമാണ്. കാരണം തുടങ്ങുമ്പം പരിശുദ്ധാത്മാവിലായിരിക്കും, അവസാനം അവർ ജഡത്തിൽ കൊണ്ടുവന്ന് എൻഡ് ചെയ്യും. അപ്പം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ദൈവസ്നേഹത്തിൻ്റെ അളവ് നമ്മളിൽ നിറഞ്ഞ് തുളുമ്പണം. ഓവർഫ്ലോയിങ് വിത്ത് ദ ലവ് ഓഫ് ദ ലിവിങ് ഗോഡ്. ഈ 45-ാം സങ്കീർത്തനത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എൻ്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളതേ എന്ന് ഞാൻ പറയുന്നു. എൻ്റെ നാവ് സമർത്ഥനായ ലേഖകൻ്റെ എഴുത്തുകോൽ പോലെയാകുന്നു. എൻ്റെ ഹൃദയം ശുഭവചനം കൊണ്ട്. എങ്ങനെയാണ് ശുഭവചനം എന്ന് പറയുന്നത്? നമ്മുടെ ഹൃദയത്തിനകത്ത് ദൈവം നിറഞ്ഞു നിൽക്കുകയാണ്. അതെന്നിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ എൻ്റെ കയ്യ് ലേഖകൻ്റെ, ഒരു സമർത്ഥനായ ലേഖകൻ്റെ എഴുത്തുകോലായി മാറുകയാണ്. എൻ്റെ നാവ് അവൻ്റെ നന്മയെ വിളിച്ചു പറയുന്നത്. ഇതാണ് സുവിശേഷം എന്ന് പറയുന്നത്. അതായത് വ്യക്തിപരമായിട്ട് ഈ സ്നേഹവാനാകുന്ന യേശുവിനെ അറിഞ്ഞു കഴിഞ്ഞിട്ട് അവൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടി റെഡിയായിട്ട്
ഹിയർ ഐ ആം മാസ്റ്റർ, ഞാൻ നിനക്ക് വേണ്ടി ഇന്ന് ജോലി ചെയ്യാൻ ഇറങ്ങുന്നു. അതുകൊണ്ട് ഒത്തിരി കഴിവോ പഠിത്തമോ ഒന്നും അല്ലേ. നമ്മൾ ഈ പണ്ടൊക്കെ ഇപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞാൻ വിവാഹം കഴിച്ചു പൈലി ഉപദേശി എന്ന് പറഞ്ഞൊരു ഉപദേശിയെക്കുറിച്ച് എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം വലിയ പ്രാഗൽഭ്യമുള്ളത് വലിയ ആളുമൊന്നും പഠിത്തമുള്ള ആളുമൊന്നുമല്ല. പക്ഷേ കേരളത്തിൻ്റെ നോർത്ത് തൊട്ട് കന്യാകുമാരി വരെ അദ്ദേഹം നടന്നു പോകുമ്പം ചില വീടുകളിൽ അദ്ദേഹം കയറി നിന്നിട്ട് അവിടെ വെച്ച് അവിടെ ഉള്ള 2 വസ്ത്രമേ കാണത്തുള്ളൂ. ഒരു വസ്ത്രം ഇട്ടത് കയ്യിൽ വേറെണ്ണം, അത് ഇട്ടത് കഴുകി ഉണക്കി അത് ഉണങ്ങുന്നിടം വരെ ആ വീട്ടിൽ നിൽക്കും. അത് കഴിയുമ്പോൾ അതിന്നിട്ടെടുത്തോണ്ട് എടുത്തോണ്ട് പോവുക. അങ്ങനെ കേരളം മുഴുവനും സഞ്ചരിച്ച ഒരു ഉപദേശിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ്, അതായത് അദ്ദേഹം എൻ്റെ ഹസ്ബൻഡിൻ്റെ ഭവനത്തിൽ വന്ന് ഈ പോകുന്ന വഴിക്ക് ഇങ്ങോട്ട് വരുമ്പോഴും ചങ്ങനാശ്ശേരിയിൽ ഒരു താമസിക്കും, അവരുടെ കൂടെ വന്ന് താമസിക്കുമായിരുന്നു. അപ്പം ആ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത ആരാന്ന് ചോദിക്കാം, പലപ്പോഴും ഡോക്ടർ ആ ഉപദേശിയാന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ട്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സ്നേഹം കൊണ്ട്. ആ സ്നേഹം കൊണ്ട് വീട്ടിലുള്ളതെല്ലാം ഇട്ടെറിഞ്ഞേച്ച് ദൈവത്തെ ഏൽപ്പിച്ചിട്ട് വടക്ക് തൊട്ട് കന്യാകുമാരി വരെ നടന്ന് ദൈവസുവിശേഷം പറഞ്ഞു. അവരുടെയൊക്കെ ദൈവത്തോടുള്ള സ്നേഹം പ്രതിഫലം ഇച്ഛിച്ചുകൊണ്ടല്ല, ദൈവത്തിൻ്റെ വിശുദ്ധ സ്നേഹം നമ്മളിൽ നിറയുന്നതിനാൽ നമ്മളെ നിറഞ്ഞു തുളുമ്പുന്നത് തിരിച്ചു കൊടുക്കുന്ന മക്കളായി മാറുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വിശ്വാസത്തിൻ്റെ അളവാണ് സ്നേഹത്തിൻ്റെ അളവ്. അപ്പം വിശ്വാസത്തിന് എത്രമാത്രം നിൻ്റെ വിശ്വാസമുണ്ടോ അത്രമാത്രമേ സ്നേഹമുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് പൗലോസിനെയൊക്കെ ദമസ്കസിലേക്ക് പോയപ്പോൾ യേശുക്രിസ്തു കൺഫ്രണ്ട് ചെയ്യുകയാണ്. കണ്ടു, നട്ടുച്ചയ്ക്ക് സൂര്യനെക്കാട്ടിലും പ്രകാശമുള്ള ഒരു വെളിച്ചം തൻ്റെ മേത്തോട്ട് വീഴുകയാണ്. 3 ദിവസം കണ്ണ് അന്ധമായിരുന്നു. അനാനാസ് എന്ന് പറഞ്ഞ ഒരു സാധാരണ പ്രവാചകനെ അയച്ചിട്ട് പ്രാർത്ഥിപ്പിച്ച് കണ്ണിൻ്റെ അന്ധത മാറ്റിക്കുകയാണ്. പക്ഷേ ആദ്യം കണ്ട ദൈവത്തെ, അതായത് പൗലോസ് നേരിട്ട് കണ്ട ദൈവത്തെ, ആ ദൈവസ്നേഹത്തെ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒരിക്കലും മാറിയിട്ടില്ല. അങ്ങനെ ഒരു കൺഫ്രണ്ടേഷൻ നമുക്ക് ആവശ്യമുണ്ട്. അങ്ങനെ ഒരു ഫെലോഷിപ്പ് നമുക്ക് ദൈവത്തോട്, അങ്ങനെ ഒരു കൂട്ടായ്മ ദൈവത്തോട് ആവശ്യമുണ്ട്. അല്ലാതെ നമ്മൾ വെറുതെ സുവിശേഷം പറയുന്നുണ്ട് ഒരു ഗുണമില്ല. ഈ വചനങ്ങൾ കേൾക്കുമ്പോൾ എനിക്കറിയാം ഈ ദിവസങ്ങളിലെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ അമിത ശക്തി ഒഴുകുന്നുണ്ട്, എനിക്കറിയാം. പക്ഷേ ഒഴുകുന്നുണ്ടെങ്കിലും കേൾക്കുന്നവരുടെ ഹൃദയത്തിൽ ഇത് എനിക്ക് വേണ്ടിയുള്ളതെന്ന് ആത്മാവ് തുറന്നു കഴിഞ്ഞോ അത് നടന്നു. That's all it is. അത് ഹോളി സ്പിരിറ്റാണ് ചെയ്യുന്നത്. ഇപ്പം വചനം 100 പേര് കേൾക്കുന്നിരിക്കട്ടെ, അതിൽ 2 പേരുടെ ഹൃദയത്തിലാണ് പരിശുദ്ധാത്മ അന്ന് തുറന്നെങ്കിൽ ആ മാറ്ററിന്മേൽ അവിടെ ഒരു ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ദാറ്റ് മീൻസ് ആത്മാവ് ഐക്യതം. അപ്പോൾ എല്ലാ ദിവസത്തെ ദൂതും എല്ലാവർക്കും വേണ്ടിയുള്ളതാകണമെന്നില്ല. ആരുടെയൊക്കെയോ ഹൃദയങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മൾ ദൂതയക്കണം. അപ്പം വിശ്വാസത്തിൻ്റെ അളവാണ് സ്നേഹത്തിൻ്റെ അളവെന്ന് പറയുന്നത്. ദ മെഷർ ഓഫ് യുവർ ലവ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഫെയ്ത്ത് യു ഹാവ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. അങ്ങനെയാണോ? അപ്പോൾ എല്ലാ വിശ്വാസവും ഒരാളിലേക്ക് കയറി വരികയാണ്, യേശു എന്ന രക്ഷിതാവിലേക്ക്. നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ കയറിയ യേശു, തൻ്റെ രക്തം ചൊരിഞ്ഞ് നമ്മളെക്ക് വേണ്ടി ജീവൻ കളഞ്ഞത് യേശു നമുക്ക് വേണ്ടി കൈനീട്ടി നിൽക്കുകയാണ്. കടന്നുവാ എന്ന് വിളിക്കുന്നു. മാറി നിൽക്കാതെ സംശയിക്കുന്നവർ ഈ ദൈവം ചില സമയത്ത് നമ്മളോട് സംസാരിക്കുന്നില്ല, ഉത്തരം തരുന്നില്ല. പക്ഷേ ഹീസ് ഹോൾഡിങ് യു ഇൻ ഹിസ് ഹാൻഡ്. അവൻ്റെ കൈകളിൽ നമ്മളെ വഹിച്ചുകൊണ്ട് നടക്കുകയാണ്. വെയിറ്റ് അപ്പോൺ ഹിം. അവനിലേക്ക് നമ്മൾ മിണ്ടാതിരുന്ന് അവൻ വിശ്വസ്തനെന്ന് വിശ്വസിച്ചുകൊണ്ട് അവനെ സ്തുതിക്കാൻ പഠിച്ചാൽ ഏതൊരു ഭാരവും നമുക്ക് ദൈവം അഴിച്ചു തരുന്നതായിട്ട് കാണാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നാഥ, ദൈവസ്നേഹത്തിൻ്റെ ആഴം ഞങ്ങളുടെ ഹൃദയത്തിനകത്ത്, വി ആർ ദ സിസ്റ്റേൺ, ഞങ്ങളൊരു പാത്രമാണ്. ഈ പാത്രത്തിനകത്ത് ദിനം പ്രതി നിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം ഇട്ടു തന്നെങ്കിലേ മറ്റുള്ളവരോട് പറയുന്നതിൽ പ്രസക്തിയുള്ളൂ. അത് ഞങ്ങളുടെ ഒരു പ്രസൻസ് ആയിരിക്കും, ഞങ്ങൾ ഒരിടത്ത് പോയി നിൽക്കുന്നതായിരിക്കും, ഒരു വേർഡ് പറയുന്നതായിരിക്കും, ഞങ്ങളുടെ സാന്നിധ്യമായിരിക്കാം. അതൊക്കെ യേശുവിനാൽ നിറഞ്ഞിട്ടാണ് പോകുന്നത് എങ്കിൽ അവിടെ ഒരു വിടുതലുണ്ട്. കർത്താവേ, പലപ്പോഴും ടെലിഫോണിൽ കൂടെ വചനം പറഞ്ഞു കൊടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പം ഇമ്മീഡിയറ്റായിട്ട് അല്ലെങ്കിൽ ഉടനടി അല്ലെങ്കിലും കുറച്ച് ദിവസത്തിന് അവർക്ക് ഉത്തരം കിട്ടുന്നെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചതുകൊണ്ട് മാത്രമാണ്. നാഥ, നീ ചെയ്യുന്ന പ്രവൃത്തികളെ ആരെങ്കിലും ഉറക്കിയൊന്ന് വിളിച്ചു പറഞ്ഞാൽ അനേകർ
സ്നേഹിക്കുന്നവരുടെ ഹൃദയത്തിലെ ഭാരങ്ങൾ അഴിഞ്ഞു പോകും. അതുകൊണ്ട് എന്തുകൊണ്ടാണ് എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കാത്തത്, എന്തുകൊണ്ടാണ് എൻ്റെ ഭാര്യ എന്നെ മനസ്സിലാക്കാതെ എന്നൊക്കെ വിചാരിച്ച്, അല്ലെങ്കിൽ എൻ്റെ ഒരു സഹോദരൻ ആരെങ്കിലും ആയിക്കോട്ടെ, വേദനിച്ചിരിക്കുന്നവരുടെ ഹൃദയങ്ങളിലേക്ക് സ്നേഹത്തിൻ്റെ ഡിപ്പോസിറ്റ് ഇട്ട് കൊടുക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും വരങ്ങളും ഇട്ട് കൊടുക്കുന്ന ദൈവസ്നേഹത്തിൻ്റെ ആഴം ഇറങ്ങിച്ചെല്ലട്ടെ. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, വലുതോ സ്നേഹമെന്ന് അവിടുന്ന് പറയുന്നു. ആ സ്നേഹം കൊണ്ട് നിറച്ചാട്ടപ്പിച്ച നാഥൻ അത് ചെയ്തിരിക്കുന്നതിനാൽ സ്തോത്രം. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.